CPM-ന് നിന്ന് എളുപ്പം കയ്യൂരി രക്ഷപ്പെട്ട് പോകാൻ പറ്റുകയില്ല. CPM അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഗോവിന്ദ മാഷ് പത്രസമ്മേളനം. ഒരു നുണ പറയുമ്പോൾ ഒന്നാമത് നുണയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത് അവന്മാർ മനസ്സിലാക്കും. ശുദ്ധ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇനി ആ നുണ സ്ഥാപിക്കാൻ എന്തോരം പുതിയ നുണകൾ പറയണമെന്നേ. ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് 100 നുണ അധികമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലാണ് നാണം കെട്ട് നിൽക്കുന്നത്? ഒരു സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന, സമൂഹത്തെ കുഴപ്പത്തിലാകുന്ന അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള വഷളായിട്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരിലാണ് ഈ വടകര എപ്പിസോഡിലെ ഏറ്റവും മാരകവും വിഷലിപ്തവുമായിട്ടുള്ള ഈ പ്രചാരണം, മോശം പ്രചാരണത്തിൽ ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഒരു പീസാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? കാരണം പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു ഇത് വന്ന വഴി കൃത്യമായിട്ടതിൽ സമയം വെച്ചിട്ട് ഇത്രാം തീയതി ഇത്ര സമയം അമ്പാടിമുക്ക് പോരാളി ഷാജിയിൽ, ഇത്രാം തീയതി ഇത്ര സമയം അമ്പാടിമുക്ക് സഖാക്കളിൽ, ഇത്രാം തീയതി ഇത്ര സമയം റെഡ് ബറ്റാനിയിൽ, ഇത്രാം തീയതി ഇത്ര സമയം പിന്നെന്താ റെഡ് എൻകൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിപ്പോർട്ട്, ഔദ്യോഗികമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പോലീസ് കൊടുക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റബേഷ് എന്ന് പറയുന്ന DYFIയുടെ മേഖലാ പ്രസിഡന്റ്. അപ്പോൾ ഇവരിത് ഉണ്ടാക്കിയോ ഇവർ ചെയ്തൊന്നുമല്ല, ഇവരിത് ഷെയർ ചെയ്തു എന്നുള്ളത് തന്നെ നമ്മളുടെ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. കാരണം അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റാണിത്. അപ്പോൾ ഇവർക്കെതിരെ സർക്കാർ, പോലീസ് എന്ത് നടപടി? ഇപ്പോൾ ഗോവിന്ദ മാഷ് തന്നെ പറയുന്ന 17 കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത്? ആ കേസുകൾ എന്തുകൊണ്ട് ഇത് പെടുന്നില്ല എന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് പോലീസ് കേസെടുക്കാത്തതിന് പോലീസിനോട് ചോദിക്കുന്നതാണെങ്കിൽ ഗോവിന്ദ മാഷ്ക്ക് പറയാം, ഓക്കെ ഫൈൻ, പോലീസിൻ്റെ കാര്യം പോലീസിനോട് ചോദിക്കാം. ഗോവിന്ദ മാഷ് മറുപടി പറയേണ്ട പ്രശ്നം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ പറയുന്ന റബേഷ് എന്ന് പറയുന്ന ആളാണ് ഇത് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്നാണ് തനിക്ക് കിട്ടിയത് എന്ന് റബേഷ് പറയാൻ സന്നദ്ധമാവുന്നില്ല എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഹി കുഡ് നോട്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ അയാൾ. DYFIയുടെ മേഖലാ പ്രസിഡൻ്റാണ്, CPM-ൻ്റെ മെമ്പറാണ്. പാർട്ടിക്ക് ചോദിക്കാമല്ലോ, സഖാവേ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ UDF-കാരുടെ സൃഷ്ടിയാണ്, UDF-കാർ ചെയ്താണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് EP ജയരാജൻ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് അത് കൃത്യത വരുത്താൻ ഏറ്റവും അധികം സാധിക്കുന്ന അതിന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാരാണ്? ഈ റബേഷാണ്. കാരണം ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണെന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. റബേഷിന് പറയാമല്ലോ, എനിക്ക് ഇന്ന ഇടത്തുനിന്ന് കിട്ടിയാണ്, ഇന്ന് UDF-കാരൻ, ഇന്ന് മുസ്ലിം ലീഗുകാരൻ, ഇന്ന് കോൺഗ്രസ്സുകാരൻ അവൻ ഷെയർ ചെയ്താണ്, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഒരുത്തൻ എനിക്ക് അയച്ചു തന്നാണ്, അങ്ങനെയും പറയാമല്ലോ. ഇതൊരു UDF-കാരൻ, ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഫാമിലി ഗ്രൂപ്പ് കണ്ടപ്പോൾ നമ്മുടെ സഖാവായിട്ടുള്ള നമ്മളോട് താല്പര്യമുള്ള ഒരുത്തൻ എനിക്കത് അയച്ചു തന്നാണ്, അങ്ങനെയും പറയാമല്ലോ. അപ്പോൾ അത് ആ സഖാവ് ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒറ്റ വാക്ക്. അതിന് എന്തോരം സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനൽ വന്നിരുന്നിട്ട് CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു നുണ പറയുമ്പോൾ ഒന്നാമത് നുണയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഇത് അവന്മാർ മനസ്സിലാക്കട്ടെ. ശുദ്ധ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇനി ആ നുണ സ്ഥാപിക്കാൻ എന്തോരം പുതിയ നുണകൾ പറയണമെന്നേ. ഒരു നുണ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് 100 നുണ അധികമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലാണ് നാണം കെട്ട് നിൽക്കുന്നത്? ഒരു സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന, സമൂഹത്തെ കുഴപ്പത്തിലാകുന്ന അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള വഷളായിട്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരിലാണ് ഇത്. CPM-ന് നിന്ന് എളുപ്പം കയ്യൂരി രക്ഷപ്പെട്ട് പോകാൻ പറ്റുകയില്ല. CPM അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഗോവിന്ദ മാഷ് പത്രസമ്മേളനം. കാരണം അദ്ദേഹം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ റബേഷിനോടത് ചോദിച്ചാൽ എന്തുകൊണ്ട് റബേഷ് അത് പറയുന്നില്ല? അത് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അത് എത്തും എന്ന് CPM ഭയക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. കോഴിക്കോട് ജില്ലയിൽ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും എത്തും, അതിലൊരു സംശയമില്ല. അങ്ങനെ അല്ലെങ്കിൽ CPM-ന് ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നുള്ള ഈ പ്രശ്നം. റബേഷ് വിചാരിച്ചാൽ തീർക്കാവുന്നുള്ള പ്രശ്നം എവിടുന്ന് കിട്ടിയെന്ന്. ഇനി റബേഷ് അത് പാർട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധമല്ല, പോലീസിനും പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധമല്ല. ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി അത് എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഏതിലൂടെയൊക്കെ സഞ്ചരിച്ചു എന്ന് ഇന്ന് കണ്ടെത്താൻ വല്ല പണിയുണ്ടോ? അത്രയും നിഷ്കളങ്കരാണോ കേരള പോലീസ് പറയുന്നത്? ഇത്രയും ഈ കപ്പാസിറ്റി ഇല്ലാത്തതാണോ കേരളത്തിലെ സൈബർ സെൽ എന്ന് പറയുന്നത്? പക്ഷെ പോലീസും പാർട്ടിയും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് റൂറൽ SP മാറ്റി കഴിഞ്ഞു, വടകരയിൽ SP മാറ്റിയിട്ടുണ്ട്. പാർട്ടിക്ക് പ്രിയപ്പെട്ട ആളെ അവിടെ കൊണ്ടുവന്ന് നിർത്തും, അന്വേഷണം അതിലൊക്കെ കട്ടിമറിക്കും. ഇതൊരു കോൺഗ്രസ് UDF
CPM തർക്കമായിട്ട് കുറച്ചു കാലം അങ്ങനെ പോകും എന്നായിരിക്കും CPM വിചാരിക്കുന്നുണ്ടാകുക. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത് കോൺഗ്രസും UDF-ഉം കോൺഗ്രസും CPM തമ്മിലുള്ള തർക്കം മാത്രമല്ല. ഇതിലെ ഒന്നാമത്തെ ഇര ആരാണെന്നറിയോ? ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞൊരു സമുദായം ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട്. അത് ഈ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു സമുദായമാണ്. അത് ജീവനുള്ളൊരു സമുദായമാണ്. CPM ആ സമുദായത്തോട് എന്ത് പറയും? ഗോവിന്ദ മാഷ്ക്ക് ഇങ്ങനെ എന്താണ് സൈദ്ധാന്തിക ഡയലോഗുകൾ അടിച്ച് പത്രക്കാരുടെ മുമ്പിൽ തൽക്കാലം രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ UDF-നെതിരെ മുസ്ലിം ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കാം. പക്ഷേ ഈ സമുദായത്തിൻ്റെ മുന്നിൽ സമുദായവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് CPM എപ്പോഴും ഈ തരത്തിലുള്ള വർഗീയ പ്രചാരണം നടത്തുന്നത്. മാഷാ അല്ലാ അവരുപയോഗിക്കുന്നു. കാഫിർ, 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CPM എന്താ ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തെ മോശമാക്കുക, ഡിമണൈസ് ചെയ്യുക. അതൊരു ഒരു അധകൃത വർഗമാണ്. അത് ഈ ജനാധിപത്യപരമായ ചിന്തകളില്ലാത്ത ഒരു ഇലക്ഷൻ സമയത്ത് പോലും നിസ്കരിക്കുന്ന ആളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ്. ഒരു ലെസർ ഹ്യൂമൻസിൻ്റെ ഒരു സംഘമാണ്. ആധുനികമായ ഈ സംഗതികളെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് എന്നൊക്കെയുള്ള ഈ പറയുന്ന ഹിന്ദുത്വ സംഘ് പരിവാർ ഏത് നിലക്കാണോ മുസ്ലിങ്ങളെ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിലയിലൊരു കമ്മ്യൂണിറ്റിയാക്കി ഈ കമ്മ്യൂണിറ്റിയെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ലാഭം നേടാനാണ് അങ്ങനെയുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി ഈ മുസ്ലിം വിരുദ്ധത വളർത്തി. ഞാൻ ഇതിൻ്റെ 2-3 ദിവസം മുമ്പ് പറഞ്ഞു, CPM ഒരു വർഗീയ പാർട്ടിയല്ല, ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയുമല്ല. പക്ഷെ മുസ്ലിം വിരുദ്ധതയെ അതിൻ്റെ കച്ചവട മൂല്യം തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം വഷളത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് BJP-യേക്കാൾ മോശപ്പെട്ട രീതിയിൽ വടകരയിൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഗോവിന്ദ മാഷിന് തൽക്കാലം കോൺഗ്രസിനെ പറഞ്ഞ് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഈ പത്രക്കാരുടെ മുമ്പിൽ അതും ഇതും പറയാം. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നും അവരിത് കാണുന്നുണ്ടെന്നും ചിന്തിക്കുന്ന, വായിക്കുന്ന, കാര്യങ്ങൾ തിരിച്ചറിയുന്ന മനുഷ്യരാൽ സമ്പന്നമായൊരു കമ്മ്യൂണിറ്റിയാണ് ഇതെന്നും CPM-ഉം ഗോവിന്ദ മാഷും മനസ്സിലാക്കണം.